അപ്പൊ നമുക്കിന്നൊരു യാത്ര പോവാട്ടോ. അങ്ങ് കേരളത്തീന്ന് അങ്ങ് പഞ്ചാബ് വരെ ഞാനും പിള്ളേരും മാത്രം. നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കുമ്പോ നല്ല കോൺഫിഡൻസ് തോന്നണില്ലേ? അതിന്റെ കാര്യം വേറൊന്നുമല്ല ട്ടോ. യുദ്ധസമയത്ത് ഞാൻ തന്നെയായിരുന്നു നാട്ടിലേക്ക് വന്നത്. അന്ന് ഹസ്ബൻഡിന് ലീവ് കിട്ടിയില്ല. അപ്പൊ ഞാൻ തന്നെ വരേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ വന്നതാണ് ട്ടോ. നമ്മള് പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, താങ്ങാൻ ആളുള്ളവർക്കേ തളർച്ചയുണ്ടാവൂന്ന്. അതേപോലെ ഒരവസ്ഥ. പക്ഷെ വീട്ടീന്ന് കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞു ട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വേണ്ട, ഞാൻ തന്നെ ഒന്ന് പോയി നോക്കാംന്നുള്ള രീതിയിലാണ് ട്ടോ പോണേ. അപ്പോഴാവുമ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നിയാ വരാലോ, ചേട്ടന് ലീവ് കിട്ടിയില്ലെങ്കിലും. ആ ഒരു ഉദ്ദേശത്തിലാണ് ട്ടോ. പക്ഷെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ ചോർന്നു പോയി. എനിക്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി ബിഗ് ഷോപ്പറിലും കുറേ സഞ്ചികളിലും ഒക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. പിള്ളേർക്ക് ടോയ്സും സ്നാക്സൊക്കെ. ചിലപ്പോൾ എനിക്ക് അവരെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് എനിക്ക് ബാഗ് തുറക്കാനും പെട്ടി തുറക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കോൺഫിഡൻസ് ചോർന്നു പോയി എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കാരണം. ഇങ്ങോട്ട് വന്ന ആളേ അല്ലാട്ടോ അങ്ങോട്ട് പോയപ്പോ. 3-4 മാസായില്ലേ, രണ്ടുപേരും വളർന്നു. എന്തായാലും തോൽവി സമ്മതിക്കാൻ ഒരു മടി. അങ്ങനെ ട്രെയിനിലൊക്കെ കേറിട്ടോ പിള്ളേര് സെറ്റായി. ഞങ്ങള് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ എൻ്റെ ഇച്ചായൻ്റെ ഒരു ഫ്രണ്ട് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു ട്ടോ. ആള് പെട്ടെന്ന് തന്നെ വന്ന് വിളിച്ചു. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ ആള് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ കുറച്ച് ജീവൻ വീണു ട്ടോ. കാരണം കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തോ ദൈവത്തിന്റെ ഒരു കരം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവര് ആ സമയത്ത് അവിടെ വന്നത് ട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഈ പെട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായേനെ. അങ്ങനെ ട്രെയിനിൽ കേറി ട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു രാത്രി കഴിഞ്ഞു ട്ടോ. ഞങ്ങള് 3 പേരും ഒരു ബെഡിലാണ് കിടന്നത്. പിള്ളേരുടെ ചവിട്ടും ഒക്കെ കൊണ്ട് അങ്ങനെ മേലൊക്കെ ക്ഷീണിച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. കാരണം 3 പേരും അങ്ങോട്ട് ഒരു ബെഡിൽ കിടക്കുമ്പോൾ നല്ല അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു, ഞങ്ങൾ കഴിച്ചു. കുഞ്ഞു പെണ്ണിന് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കൊടുത്തു. കാരണം അവർക്ക് ടോയ്സ് ഒന്നും വേണ്ട, പാത്രങ്ങളൊക്കെ മതി. പിന്നെ അടുത്തടുത്ത സീറ്റുകളിൽ ഫുള്ള് ആണുങ്ങളായിരുന്നു, അവരൊക്കെ ആർമിക്കാരായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ കാണുന്നവർക്കൊക്കെ സഹതാപമായിരുന്നു ഞങ്ങളോട്. കാരണം ഏതാണ് ഈ ചോദിക്കാനും പറയാനും ആൾക്കാരില്ലാണ്ട് ഒരു ഒരു പെൺകുട്ടീനെ തന്നെ ഈ 2 മക്കളുടെ കൂടെ വിട്ടേക്കണേ എന്നുള്ള ചിന്താഗതിയായിരുന്നു എല്ലാവർക്കും. അതാരും പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് നിന്ന് ഞാൻ അറിഞ്ഞു ട്ടോ. പിന്നെ ഞാനായാലും അങ്ങനെ തന്നെയാലോ ചിന്തിക്കൂ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവര് കൂടുതലും വാതിലിന്റെ അവിടെ പോയി നിന്നു ട്ടോ. കുറച്ച് നേരമൊക്കെയാണ് വന്നിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ച് വന്നു. പിള്ളേര് നല്ല ഉറക്കം. എനിക്ക് സീറ്റ് താഴത്തേക്ക് തന്നു ട്ടോ. എനിക്ക് മിഡിലിലായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്. മിഡിലിലല്ല, മോളിലായിരുന്നു. ഏറ്റവും മോളിലായിരുന്നു. അപ്പൊ എനിക്ക് അവര് താഴെ കിടന്നോ, ഞങ്ങള് മോളിൽ കിടന്നോളാന്നും പറഞ്ഞ് എനിക്ക് വന്നിട്ട് സീറ്റ് തന്നു ട്ടോ. പിന്നെ ഇച്ചായന്റെ കൂട്ടുകാരൻ ഉള്ളത് വേറെ ഏതോ ബോഗിയിലാണ് ട്ടോ. അങ്ങനെ ഞാന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ ഇവരുടെ ഒക്കെ ചപ്പാത്തികള് ഞങ്ങക്ക് തന്നു ട്ടോ. കാരണം അവര് എല്ലാവരും പട്ടാളക്കാരായിരുന്നു. അവര് കഴിക്കാത്തതും പിന്നെ അവരുടെ ഫ്രണ്ട്സോ അങ്ങനെ അറിയണ സ്ഥിരം വരുന്ന വണ്ടിയൊക്കെ ആയതുകൊണ്ട് അതില് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചപ്പാത്തിയൊക്കെ ഞങ്ങക്ക് വാങ്ങി തന്നു. ഐസ്ക്രീം പിള്ളേർക്ക് കൊടുത്തു. അങ്ങനെ അവർക്ക് പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തു അവര്. ഭയങ്കര സ്നേഹത്തിലായിരുന്നു ട്ടോ. ഞങ്ങള് ഡൽഹി വരെ എത്തിയത് അവര് ഭയങ്കര സ്നേഹം, പിള്ളേരെ നോക്കലും ഉറക്കലും അവരുടെ കൂടെ കളിക്കലും ചിരിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു ട്ടോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ 2 ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് ആഷിത ചേച്ചി ട്ടോ. ചേച്ചിയുടെ കൂടെയാണ്, ചേച്ചിയും ഞങ്ങളുടെ ട്രെയിനിൽ ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൂടെയാണ് വന്നത് ട്ടോ. പിന്നെ ഈ മോള് ഇതാരാന്ന് എനിക്കറിയില്ല. ട്രെയിനിലുള്ള ഒരാളാണ് ട്ടോ. ഏതോ ബോഗിയിലുള്ളതാണ്. അവളും മലയാളിയാണ്. ഞങ്ങളുടെ കൂടെ കുറേ നേരം വന്നിരുന്നു ട്ടോ. അങ്ങനെ ഞങ്ങള് ഡൽഹിയിലെത്തി. അവനും അവളും ഒക്കെ അങ്ങ് നടക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇച്ചായൻ്റെ ഫ്രണ്ടിനെ കണ്ടു. നാളെ ഞങ്ങക്ക് റെയിൽവേ സ്റ്റേഷനില് നമുക്ക് വെയിറ്റ് ചെയ്യണ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ബാഗൊക്കെ എത്തിച്ച് തന്നു. അങ്ങനെയൊക്കെ ഞങ്ങക്ക് ഹെൽപ്പ് ചെയ്തിട്ടാട്ടോ പോയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പഞ്ചാബിലെത്തി.
പിന്നെ ഇതേപോലുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തത്. അല്ലെങ്കി അങ്ങനെയൊന്നും നമുക്കിങ്ങനെയൊന്നും പറ്റും എന്ന് നമുക്ക് തോന്നൂല്ലല്ലോ. ഇത് പെട്ടെന്ന് യുദ്ധം വന്നു. അപ്പൊ നമുക്ക് ഫാമിലി വേഗം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോ പിള്ളേരെ കൊണ്ട് അവിടെ നിക്കണത് സേഫ് അല്ലായതുകൊണ്ട് മാത്രാണ് ഞാൻ ഇത്രയും റിസ്കും എടുത്ത് നാട്ടിലെത്തിയത്. പിന്നെ നാട്ടിലേക്ക് ചേട്ടന് ലീവും കിട്ടിയില്ല. ഞങ്ങള് തിരിച്ചും പോണ്ടി വന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ബായ്.